ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രജീസ് കിച്ചൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് മച്ചമ്പിയുടെ വീട്ടിൽ പോയപ്പോൾ ഉള്ളതാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിക്ക് ആണ് മച്ചമ്പിയുടെ വീട്. ഓ, അങ്ങനെയുണ്ടോ? അത് കൊള്ളാം. അടിപൊളി സ്ഥലം. നല്ല പൊക്കത്താണ് വീട് നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല വ്യൂവും ഒക്കെ ഉണ്ട്. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോളൂ. അന്ന് സൺഡേ അല്ലായിരുന്ന, അപ്പോൾ സ്റ്റുഡിയോ ഇല്ലല്ലേ? ഇതാരെങ്കിലും ഉണ്ടാക്കിയാണ് ഇവിടെ? അതാ വാങ്ങിച്ചോ? ഉണ്ടാക്കിയാണ് ഇല്ലേ? അതാണ് എനിക്ക് തോന്നി. നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. സിരിച്ചേച്ചി ഉണ്ടാക്കിയതാണ്. കണ്ടപ്പോഴേ തോന്നി ആരാ ഉണ്ടാക്കിയതായിട്ട്. അങ്ങനെ മച്ചമ്പി ചോദിച്ചു, മച്ചമ്പി പറഞ്ഞു. അവിടെ കൊള്ളാം. മച്ചമ്പി ഈ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചതാണ്. ഇതിന് മുമ്പ് മച്ചമ്പി അഞ്ചെങ്കിലായിരുന്നു, അഞ്ചെങ്കോ അവിടെയായിരുന്നു. അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് മേടിച്ച് മാറിയതാണ്. മച്ചമ്പി ഇപ്പോൾ നാട്ടിൽ വന്ന് നിന്നിട്ട് കുറച്ചേ ആയുള്ളൂ. ഗൾഫിലായിരുന്നു. എങ്ങനെ ഉണ്ട്?
വീഡിയോ ഒക്കെ പിടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ ഫോട്ടോസൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യണം. ഇതാണ് മച്ചമ്മയുടെ വൈഫ് സിമി ചേച്ചി. അവർക്ക് 2 മക്കളാണുള്ളത്, പെൺമക്കളാണ്. ഒരാളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് കാനഡയിലാണ് രണ്ടുപേരും. ഇപ്പോഴേ ഇളയ മോളും ജോലിക്കായി കാനഡയിലോട്ട് പോയാക്കിയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോഴേ മച്ചമ്പിയുടെ വീട്ടിൽ നമുക്ക് വരാൻ പറ്റിയതേയില്ല. മച്ചമ്പിയെ സുജാച്ചിയുടെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു. പിന്നെ ഇവിടെ വീട്ടിലോട്ട് വരാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പോഴാണ് അത് സാധിച്ചത്. മച്ചമ്മയെ കാണുന്നത് തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ്. കൂടാതെ മച്ചമ്പി ഒരു നല്ലൊരു ജ്യോത്സ്യനും കൂടെയാണ്. പറയുന്നതെല്ലാം അതുപോലെ നടക്കും. ജാതകമൊക്കെ മച്ചമ്പി എഴുതും, കമ്പ്യൂട്ടർ ജാതകം എഴുതും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോഴും മച്ചമ്പി പഠിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഇവർ രണ്ടുമാണ് മച്ചമ്പിയുടെ മക്കൾ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു. നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ഇതെല്ലാം. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്.